നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 11:30 ഒരു മാപ്പപേക്ഷ ഫേസ്ബുക്കിൽ കണ്ടതാണ്. നടൻ വിനായകൻ നന്നായി, നല്ല പുള്ളിയായെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ തൊട്ടു പിന്നാലെയാണ് മനസ്സിലായത് അതൊരു പൂരപ്പാട്ടിന്റെ തുടക്കമാണെന്ന്. ഇത്തവണ വിനായകന്റെ അസഭ്യവർഷത്തിന് ഇരയായത് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ്. ന്യൂസ് 18 മറുപടി എന്ന രീതിയിലായിരുന്നു വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പതിവ് പോലെ സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ നിരത്തിയായിരുന്നു മറുപടി. താൻ പറഞ്ഞ പുലഭ്യത്തെ അസഭ്യമാക്കി വ്യാഖ്യാനിച്ചുവെന്നാണ് വിനായകന്റെ വാദം. പരിധി വിട്ട് നടത്തിയ പ്രസ്താവനകളെ ദളിത് കാടിറക്കി ന്യായീകരിക്കാനാണ് ശ്രമമുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. ഒപ്പം അപർണ കുറുപ്പും ചേരും. ആദ്യം നവമിയിലേക്കാണ്. നവമി, ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയാണ് വിനായകൻ അപർണ കുറുപ്പിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ന്യൂസ് 18 നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മറുപടി നൽകുമെന്ന രീതിയിൽ വെല്ലുവിളി മുഴക്കിയത്, ഭീഷണി മുഴക്കിയത്. 12 മണിക്ക് മുൻപ് തന്നെ, അതായത് ഇന്ന് 12 മണിക്ക് മുൻപ് തന്നെ ഒരു 11:30 വിനായകൻ്റെ ഒരു മാപ്പപേക്ഷ കണ്ടു. അത് തുടക്കത്തിൽ വ്യാഖ്യാനിച്ചത് നമുക്കൊക്കെ തോന്നിയത് അയാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ അസഭ്യ വർഷത്തിന് അയാൾക്ക് സ്വയം ഖേദപ്രകടനം നടത്തിയെന്നാണ്. പക്ഷേ അതിനുശേഷം ഒരു 12 മണി തന്നെ അപർണ കുറുപ്പിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. എന്താണ്, അതായത് വിനായകൻ നന്നാകില്ല, വിനായകൻ അങ്ങനെ നന്നാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് തന്നെയല്ലേ ഈ തുടർച്ചയായുള്ള അസഭ്യ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? വിനായകനിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അപർണയും ഒപ്പം നമ്മുടെ ചാനൽ മേധാവികളെയും പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിനായകൻ വീണ്ടും ഇട്ടത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വളരെ മോശമായിട്ടാണ് നടൻ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു. സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ളവരെല്ലാവരും തന്നെ വിനായകനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. സാധാരണ വിനായകൻ ഇത്തരത്തിൽ എന്ത് ചെയ്താലും സംരക്ഷിക്കുന്ന CPM സൈബർ ഇടങ്ങളിൽ പോലും വിനായകനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ വേറൊരു പോസ്റ്റ് ഇടുകയും ആദ്യത്തെ പോസ്റ്റ് വിനായകൻ പിൻവലിക്കുകയും ചെയ്തു. ആദ്യത്തെ പോസ്റ്റിനെതിരെയായിരുന്നു അപർണ ഒരു വീഡിയോ ഇട്ടത്. ആ വീഡിയോയിലെ അപർണയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്ന് 12 മണിക്കുള്ളിൽ ഒരു മറുപടി നൽകുമെന്ന് കൂടി വിനായകൻ കുറിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയായിരുന്നു എന്താണ് വിനായകൻ ഇതിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഏത് വിധത്തിലായിരിക്കും അപർണയെ വിനായകൻ വിമർശിക്കുക എന്ന് നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. 12 മണിക്ക് മുൻപ് തന്നെ വിനായകന്റെ പോസ്റ്റ് വന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അത് അപർണ കുറുപ്പിനെ മാത്രമല്ല വനിതാ മാധ്യമ പ്രവർത്തകരെയും മൊത്തം മാധ്യമ പ്രവർത്തകരെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് വിനായകൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വളരെ മോശമെന്ന് തന്നെ പറയാം. വിനായകന്റെ ഭാഷയിൽ നമുക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിധത്തിൽ പ്രതികരിക്കുന്നത്. പക്ഷേ സൈബറിടങ്ങളിൽ നിന്നുകൊണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മാത്രമേ വിനായകന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ സൈബർ ആക്രമണം നടത്താൻ കഴിയൂ. പ്രത്യക്ഷത്തിൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വിനായകൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ കഴിയില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ചുട്ട മറുപടി അപ്പോൾ തന്നെ നൽകുകയും ചെയ്യും. എന്തായാലും വലിയ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് വിനായകൻ മാധ്യമപ്രവർത്തകരെയും അപർണയും കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെ തന്നെ നിരവധി വിനായകനെ വിമർശിച്ചുകൊണ്ടുള്ള പല പ്രതികരണങ്ങളും വന്നിട്ടുമുണ്ട്. എന്താണ് വിനായകൻ ഇങ്ങനെ തുടരെ ആളുകളെ മോശമായി ചിത്രീകരിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജാതി അധിക്ഷേപം നമ്മൾ എപ്പോഴും നടത്തുന്നു എന്നാണ് വിനായകൻ പറയുന്നത്, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ. പക്ഷേ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ വിനായകനാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള രീതിയിൽ ജാതി അധിക്ഷേപം നടത്തുകയും നമ്മളെ ഏവരും ആദരിക്കുന്ന, നമ്മുടെ രാജ്യം മുഴുവനും ആദരിക്കുന്ന മഹത് വ്യക്തികളെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിനായകൻ അധിക്ഷേപിക്കുന്നത്. ഇവിടെ ജാതി അധിക്ഷേപം നടത്തുന്നതും എല്ലാം തന്നെ വിനായകൻ തന്നെയാണ്. ജാതിക്കാർഡ് ഇറക്കി തന്നെയാണ് വിനായകൻ
ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇതാദ്യമായിട്ടല്ല ഈ വിവാദങ്ങളിൽ വിനായകൻ പെടുന്നത്. ഇതിനു മുൻപ് തന്നെ ഏറ്റവും ഒടുവിലായി ഈ ബാൽക്കണിയിൽ നിന്നും തുണി ഊരി കാണിച്ച് നഗ്നത പ്രദർശിപ്പിച്ച രീതിയിലേക്ക് പോലും വിനായകൻ തരം താഴ്ന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ടോം. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഇപ്പോഴും ഈ വിനായകന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. അപർണ കുറുപ്പ് കൂടി ചേരുന്നുണ്ട്. അപർണ, ഇന്നലെ അപർണയുടെ ഒരു ചിത്രമാണ് ആദ്യം വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. അതിൻ്റെ കാരണം വിനായകനെ വിമർശിച്ചു, വിനായകനെ വാർത്തയിലൂടെ വിമർശിച്ചു, വിനായകൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ അസഭ്യ വർഷത്തെ വിമർശിച്ചു എന്നതായിരുന്നു. അതിനുശേഷം അയാൾ വെല്ലുവിളി മുഴക്കുന്നു, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് അപർണയ്ക്കും അപർണയുടെ സ്ഥാപന മേധാവികൾക്കും മറുപടി നൽകുമെന്ന്. നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം വിനായകൻ ഇതും അതിനപ്പുറവും എന്ത് വൃത്തികേടും പറഞ്ഞിട്ടുള്ള സ്വഭാവമാണ്. കാരണം ഈ രാജ്യത്തെ മഹാരഥന്മാരെ, മഹാത്മജിയെ അടക്കം അധിക്ഷേപിച്ച അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത്ര അധിക്ഷേപങ്ങൾ നമ്മൾ തുടർച്ചയായി കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അപർണ കുറുപ്പിനെ അങ്ങേയറ്റം മോശമായ രീതിയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടാൽ അറയ്ക്കുന്ന പരാമർശങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ഈ സംഭവത്തെ കാരണം ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഒരുപക്ഷെ നമ്മൾക്ക് പല രീതിയിലുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായും നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇത് ഒരു പരിധി കടക്കുന്നില്ലേ അപർണ? ടോം, സൈബർ അറ്റാക്കുകൾ, സൈബർ ആക്രമണങ്ങൾ മാധ്യമ പ്രവർത്തകർ നേരിടുക പുതിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് കൂടുതലാണ്. അത്തരം കാര്യങ്ങളുടെ നമ്മൾ മിക്കവരും അതിൽ കൂടെ കടന്നു പോയിട്ടുമുണ്ട്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എടുക്കുന്ന നിലപാടോ ചർച്ചയോ അതിലുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഒരു വാർത്ത പോലും അങ്ങനെയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ടോം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു മാധ്യമ പ്രവർത്തനത്തിന് അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്കൊരു മനപ്രയാസം വരുന്ന തരത്തിലോ ആണ് ഇത് എന്ന് ഞാനത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്രത്തോളമാണ് പ്രാധാന്യം കൊടുക്കുക. വഴിവക്കിൽ നിന്ന് തുണി അഴിച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ പരാതികൾ വരുന്ന എത്രയോ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമ്മുടെ സ്വത്വത്തിന് മുറിവേൽപ്പിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയുക? അപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിഗണന മാത്രമാണ് ഇതിന് വ്യക്തി എന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നത്. അതൊരു നിലപാടാണ്, നമ്മൾ എടുത്തത് ഒരു നിലപാടാണ്. വിനായകൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ സിനിമകൾ കാണുകയും അതിന് കൈയടിക്കുകയും നല്ല പെർഫോമൻസിന് കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും വിനായകൻ രജനീകാന്തിൻ്റെയോ മോഹൻലാൽ ഒക്കെ പ്രതിനായകനായോ നായകനായോ ഒക്കെ വന്നാൽ അത് കമ്പട്ടിപ്പാടമോ ജയിലറോ അങ്ങനെ ഏത് പടമാണെങ്കിലും ഇനിയും തിയേറ്ററിൽ പോയി കാണും, ഇനിയും കൈയടിക്കും. പക്ഷേ ഈ പറഞ്ഞത് വൃത്തികേടാണ്. ഈ പറഞ്ഞത് വൃത്തികേട് എന്നുള്ള വാക്ക് ഒരു പക്ഷേ മൈൽഡാണ്. കാരണം പുലഭ്യം എന്നുള്ളൊരു വാക്കാണ് ആ വീഡിയോയിൽ ഉപയോഗിച്ചിരുന്നത്. പുലഭ്യം എന്ന് പറയുന്നത് എങ്ങനെ അസഭ്യമാകുന്നു എന്നാണ് ചോദിച്ചത്. പുലഭ്യം എന്നത് നമുക്ക് വിനായകൻ ഉദ്ദേശിച്ച പോലെ ആ വാക്കുകൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. ഒരു പക്ഷേ ഇതൊക്കെ പച്ചയായ മനുഷ്യർ പറഞ്ഞ് നടക്കേണ്ടതല്ലേ എന്നുള്ള ഒരു വാദം നടത്തുന്ന ചില ആൾക്കാർക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അഭികാമ്യമായ ഒന്നായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ വാക്കുകൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയോ ഒരു വനിതാ നേതാവിനൊക്കെ എതിരെ വന്നാൽ എങ്ങനെയായിരിക്കും ഈ കൈയടിക്കുന്ന പാർട്ടിയുടെ സൈബർ അണികൾ പ്രതികരിക്കുക എന്നുള്ളൊരു ചോദ്യം മാത്രം മതിയാകും. ഇതിനകത്ത് വളരെ ഉറച്ചു പറയേണ്ട ഒരു കാര്യം, നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. ഈ ജാതി കാർഡ് ഇറക്കുക, അത് ഒരു തുറുപ്പുചീട്ടായി കൊണ്ട് ഉപയോഗിക്കുക, മാധ്യമങ്ങൾ മുഴുവൻ ഇത്തരം ചില നീക്കങ്ങൾ നടത്തുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഈ വിനായകൻ എപ്പോഴും ഇരുവാദം മുഴക്കുന്നു അല്ലെങ്കിൽ ജാതി കാർഡ് ഇറക്കുന്നു. വിനായകനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നു അയാളുടെ ഒരു പശ്ചാത്തലം അതായിരുന്നു. വളരെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന വ്യക്തിക്ക് സ്വാഭാവികമായി ഇത്തരം വാക്കുകളൊക്കെ ആയിരിക്കും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതിന് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അയാൾ ഒരു വലിയ ഒരു ദളിത് പോരാളിയാണെന്നൊക്കെ രീതിയിൽ വാദം ഉന്നയിക്കുന്നവർ ഈ അപർണ കുറുപ്പിൻ്റെ അച്ഛൻ PNR കുറുപ്പിനെ കുറിച്ചൊന്ന് അറിയണം. ഒരുപക്ഷെ ഈ ദളിത് വിഭാഗത്തിന് വേണ്ടി കവിതയിലൂടെ ധീരമായ ശബ്ദമുയർത്തിയ ഒരു വലിയ ഒരു കവിയുടെ മകളാണ് അപർണ കുറുപ്പ്. പുലയാടി മക്കളെന്ന ആ കവിതയിലൂടെ ദളിത് വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് അപർണ കുറുപ്പിൻ്റെ അച്ഛൻ. അപർണ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്
അങ്ങനെയുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും അല്ലെങ്കിൽ അച്ഛൻ തെളിച്ച വഴിയിലൂടെ വളർന്നു വന്ന മാധ്യമ പ്രവർത്തകയായ വ്യക്തിയാണ് അപർണക്കുറുപ്പ്. സ്വാഭാവികമായും ഈ വിനായകനെ പോലെ വിനായകൻ ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് അപർണക്കുറുപ്പിൻ്റെ അച്ഛൻ ഈ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ചെയ്ത, അദ്ദേഹം ഉയർത്തിയ ആ ശബ്ദങ്ങളെ, കവിതയിലൂടെ ഉയർത്തിയ ആ പോരാട്ടങ്ങളെ, വാക്കുകൾ വീണ്ടും അനുസ്മരിക്കപ്പെടുന്നത്. ടോം അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അത് വളരെ വ്യക്തിപരമായിട്ട് അഭിമാനപൂർവ്വം കൊണ്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ഇതൊരു വ്യക്തി എന്ന രീതിയിലൊരു അധിക്ഷേപം വന്നതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മളൊരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ കൂടിയാണ്. പക്ഷേ അധിക്ഷേപം നമ്മൾക്ക് കേൾക്കേണ്ടി വരുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം കൂടി ഉള്ളതുകൊണ്ട് എന്താണ് ആ സ്വത്വം എന്ന് പറയാൻ കൂടി ഞാൻ നിർബന്ധിതം ആയതുകൊണ്ടാണ്. അയ്യപ്പൻ്റെ കവിതയാണ് എന്ന് പക്ഷേ ഒരുപാട് കാലം തെറ്റിദ്ധരിക്കപ്പെട്ട കവിത കൂടിയാണ്. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയൻ്റെ മകനോട് പുലയാണ് പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ, പറയുമോ പുലയാടി മക്കളെ എന്നുള്ളതാണ്. അത് ഈയിടെ സിനിമയിൽ കൂടി ഭാരത സർക്കസിലടക്കം അത് ഒന്നുകൂടെ ഫീച്ചർ ചെയ്ത് വന്ന ഒരു കവിതയാണ്. അല്ല, ഞാൻ ഇതിനകത്ത് പറയുന്നത് ഈ കവിതയിലെ ഒന്നോ രണ്ടോ വാചകങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എവിടെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു പ്രത്യേകതരം ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുകയാണ് വിനായകൻ. അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്കാട് ഉപയോഗിക്കുക, ഒരു സ്ത്രീക്കെതിരെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് എന്ന് വരുമ്പോൾ അതിന് ബദലായിട്ട് കൊണ്ടുകൂടിയാണ് ഇത്തരം ചില പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ദളിതർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദളിത് ആക്ടിവിസ്റ്റുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദളിത് ആക്ടിവിസ്റ്റുകളുടെ മെസ്സേജുകളൊക്കെ വരുന്ന സമയമാണിത്. ഈ ദളിത് വിഭാഗത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഈ നടത്തുന്ന കസർത്തുകളും പുലയാട്ടുകളും, ഞാൻ ആ വാക്ക് പറയുകയാണ്, അത് ആ വാക്ക് എങ്ങനെയാണ് അസഭ്യമല്ലാതാകുക എന്ന് വിനായകൻ പറയുമ്പോൾ എനിക്ക് അതിന് മോശമായ ഒരു വാക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്, നമുക്ക് ആ നിലവാരത്തിലേക്ക് താഴാൻ കഴിയാത്തത് കൊണ്ടാണ്. ദളിത് വിഭാഗത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ അതൊരു സ്ത്രീ അടക്കം വിളിച്ചപ്പോൾ വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി പരാമർശം നടത്തിയ ആളാണ് വിനായകൻ. അന്ന് അവർ വിളിച്ചത് അങ്ങനെ ഒരു ദളിത് കോളനിയിലെ കുട്ടികൾക്ക് വിനായകനെ കാണാൻ വേണ്ടി പ്രത്യേക അപ്പോയിൻമെൻറ്റ് എടുക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോഴ്സിന് വേണ്ടി പോലും, പിന്നെ ദളിത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് പോലും വളരെ മോശമായ രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്വവാദമല്ല ഉയർത്തിപ്പിടിക്കുന്നത്, ബേസിക്കലി സ്ത്രീ വിരുദ്ധതയാണ്. സ്ത്രീ വിരുദ്ധത ഉദ്ഘോഷിക്കുകയാണ്. ആ ഉദ്ഘോഷിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്ന പച്ചത്തറി പറയും. ഈ പച്ചത്തറിയെല്ലാം പച്ചയായ മനുഷ്യൻ്റെ സംസ്കാരമാണെന്ന് ഞാൻ ഉദ്ഘോഷിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വിനായകന് എന്ത് മറുപടിയാണ് നമുക്കിനി കൊടുക്കാനുള്ളത്? ഇത് സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോഴും പറയുന്നു, അടൂർ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ പുഷ്പാവതി പൊയ്പാടത്തിനെ പോലെ ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ അത് ചർച്ച ചെയ്ത സമൂഹത്തിൽ എത്ര പെട്ടെന്ന് ആ വിഷയം വഴിതിരിച്ചു വിടാൻ, ആ വിഷയം ഇല്ലാതാക്കാൻ അതിന് വിനായകന് കഴിഞ്ഞു. അപ്പോൾ വിനായകൻ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റിനെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന്, ദളിത് വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുശല്യമാണ്, അശ്ലീലമാണ് വിനായകൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതൊരു മൈൽഡ് അഭിപ്രായമായിട്ടാണ് പറയാനുള്ളത്. ഈ മാധ്യമ രംഗത്തുള്ള സ്ത്രീ ശരീരങ്ങൾ എന്നെടുത്ത് പറയുമ്പോൾ പുരുഷ ശരീരങ്ങൾ കാരണം സ്ത്രീകളെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന സംഭവം. ഒരിക്കൽ ഈ വിനായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്ന് പോലീസുകാർ അവിടെ എത്തിയപ്പോൾ, അയാളുടെ കൊച്ചിയിലെ ഫ്ലാറ്റിലെത്തിയപ്പോൾ പോലീസിനെ ആക്ഷേപിക്കുന്ന, പോലീസുകാരോട് വൃത്തികേട് പറയുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായി. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴും പോലീസിന് നേരെ ഭീഷണി മുടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനായകനെ പോലീസ് വെറുതെ വിടുന്നു. മാത്രമല്ല അതിനുശേഷം നിരവധി സ്ത്രീകളെ വിനായകൻ ആക്ഷേപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ, നെഹ്റുവിനെ പോലെ, VS ഉമ്മൻചാണ്ടിയെ പോലുള്ളവരെ, ആളുകളെ, അല്ലെങ്കിൽ അത്രയധികം നമ്മളൊക്കെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന മഹത് വ്യക്തികളെ തുടർച്ചയായി ആക്ഷേപിച്ചിട്ടും ഈ വിനായകനെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ പോലീസ്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം ഒരു തവണയെങ്കിലും വിനായകനെതിരെ ശക്തമായ നടപടിയെടുത്താൽ ഇതുപോലെയുള്ള അസഭ്യവർഷം, ഫേസ്ബുക്കിലൂടെയുള്ള പുലഭ്യങ്ങൾ ആവർത്തിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് അത്തരമൊരു നടപടി ഇയാൾക്കെതിരെ സ്വീകരിക്കാത്തത്? എത്ര കേസുകളാണ്? അതാണ് ഇതിനകത്തൊരു വലിയ വിഷയമുണ്ട്. നിങ്ങൾ അത് ഒരു പക്ഷേ ഇടതുപക്ഷ സൈബർ അണികൾ സ്വയം ചോദിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എല്ലാ വിഷയത്തിനകത്തും ഇപ്പോൾ DYFI അടക്കം ഈ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് വിനായകന് അനുകൂലമായിട്ടൊരു നിലപാടല്ലേ, പ്രത്യേകിച്ച് കഞ്ചാവ് കേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അപ്പോഴുമുണ്ട്. നിങ്ങൾക്കൊരു ക്രിമിനലിന് ഒളിച്ചിരിക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ലേബൽ കൊടുക്കുന്നത് ശരിയല്ല. അത് നിങ്ങളുടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് നിങ്ങൾക്കൊരു പീഡോഫൈൽ ആകാൻ കഴിയുമോ? അതിന് നിങ്ങൾക്ക്
അത് 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 നിങ്ങളുടെ ഒരു പ്രിവിലേജായി നിങ്ങൾ എടുക്കുമോ? ആ വാക്കാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. കലാകാരനായതുകൊണ്ട് പച്ചയ്ക്ക് എന്തും വിളിച്ചു പറയാം, എന്ത് ഭാഷയും പറയാം. മറ്റുള്ളവരുടെ കുടുംബങ്ങളിലെ നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കണം ടോം. നമ്മുടെ ചാനലിൽ അന്തിച്ചർച്ച നടത്തിയത് വിനായകനെ വിറ്റ് കാശാക്കിയാണല്ലോ അന്തിച്ചർച്ച എന്ന് പറയുന്നത് ഇവിടെ നടത്തുന്നവരുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്ത്രീകൾക്ക് നേരെ മോശമായ പെരുമാറ്റം പൊതു ഇടങ്ങളിൽ പറയുന്ന ഒരാൾക്ക് നമ്മൾ കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ തന്നെ സ്ത്രീകൾക്ക് അത്രയേറെ സുരക്ഷയുണ്ട് എന്ന് പറയുന്നിടത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ, ഒരു ഇടതുപക്ഷത്തിന് തണലാൽ പോലും ആ തണലിൽ എനിക്കെന്തും പറയാമെന്നുള്ളൊരു അഹങ്കാരം ഒരു കലാകാരന് ഒരു കാലത്തും ആർക്ക് കൊടുക്കാൻ പാടില്ല. ഒരു കലാകാരന് അതൊരിക്കലും കിട്ടാൻ പാടില്ല. പിന്നെ ഇനി ഇത് ഉറക്കെ പറയുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ ശരീരത്തെക്കുറിച്ചും ലൈംഗിക അവയവങ്ങളെക്കുറിച്ചൊക്കെ പല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളത് മിണ്ടാതിരിക്കണം, നിങ്ങളിനി ഇതിൽ കൂടുതൽ പറയാതിരിക്കും, എനിക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാനിത് പറയും, അങ്ങനെ നിങ്ങൾ പേടിക്കുമെന്നാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പേടിക്കില്ല. നല്ല സിനിമകളിലാണ് അഭിനയിക്കുന്നത്, ആ സിനിമകൾ കാണും, വിനായകൻ്റെ ആ സിനിമകൾ കണ്ട് കൈയടിക്കുകയും ഒരുപക്ഷെ അതിനെ അഭിനന്ദിക്കുകയും ചെയ്തേക്കാം. അതേപോലെ തന്നെ ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞാൽ അതിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യും. അതിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അപർണ, ഈ വിനായകൻ തുടർച്ചയായി പല സ്ത്രീകളെയും ഇതുപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. വനിതാ സംഘടനകളടക്കം നേരിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരാതികൾ വരും. പക്ഷേ ടോമ, ഇതൊരു വ്യക്തിക്ക് നേരെയോ അല്ലെങ്കിൽ ഒരു ചാനലിന് നേരെയോ മാധ്യമ പ്രവർത്തകരെന്നൊരു വിഭാഗത്തിന് നേരെ ഉയരുന്നതല്ല. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കുമെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെതിരെ ഇങ്ങനെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നല്ല ഗോവിന്ദചാമി നല്ല സിനിമകൾ അഭിനയിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഗോവിന്ദചാമിയെ നമ്മൾ അംഗീകരിക്കുമോ? ഏകദേശം ഞാൻ പറയട്ടെ, നല്ല ഭാഷകളല്ല, മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കലാകാരൻ്റെതായ പ്രിവിലേജുകൾ കൊടുക്കാൻ കഴിയുക? ശ്വേത മേനോനെതിരെ ഒരു പരാതി വന്നപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ് പോലും നോക്കാതെ വളരെ കേസിലേക്ക് കടന്ന ഒരു നിയമവ്യവസ്ഥ ഇവിടെയുണ്ട്. ഞാൻ ഈ വിഷയം എടുത്ത് പറയാൻ കാരണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു കലാകാരനാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരാതിയിലുള്ള നടപടി ഇല്ലാതാകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നടപടി ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ള ഒരു സംശയം ബലപ്പെടും. ആ സംശയം മറുവശത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കാതിരിക്കാൻ കൃത്യമായ നടപടിയെടുക്കേണ്ടത് അത് ഭരിക്കുന്ന ഭരണകൂടത്തിനും നിയമപാലനാ സംവിധാനത്തിനും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് അവർ കടക്കുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പ്രതീക്ഷ. യെസ്, വ്യക്തമാണ്. അപർണ കുറുപ്പൻ, നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനിയും വിനായകനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും. കാരണം അയാൾ പറയുന്നത് അങ്ങേയറ്റം അസഭ്യമാണ്, വൃത്തികേടാണ്. പലരെയും നിരവധി ആളുകളെ വിനായകൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് നല്ല നടനൊക്കെ തന്നെയാകാം. പക്ഷേ അവിടെ കാണിക്കേണ്ട എന്തുകൊണ്ടാണ് വിനായകനെ ആളുകൾ സ്നേഹിച്ചിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലവും അവിടെ നിന്ന് അത്തരം ആ പശ്ചാത്തലത്തിൽ നിന്നും പല പ്രതിസന്ധികളെയും അതിജീവിച്ച് വലിയ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ തന്നെ മികച്ചൊരു നടനായി മാറിയതുകൊണ്ടാണ് വിനായകനെ മലയാളികളൊക്കെ സ്നേഹിച്ചത്. പക്ഷേ ഇതുപോലുള്ള പെരുമാറ്റങ്ങൾ, ഇതുപോലുള്ള വാക്കുകൾ, പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ, വിനായകനോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ്. ശക്തമായ നടപടിയാണ് വിനായകൻ്റെ ഇതുപോലുള്ള പരാമർശങ്ങൾക്കെതിരെ പോലീസ് സ്വീകരിക്കേണ്ടത്. കോട്ടയം ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. പ്രതിയായ സെബാസ്റ്റ്യൻ 6 വർഷം വീതം ഉള്ള കൃത്യമായ ഇടവേളകളിലാണ് ഇരകളെ കണ്ടെത്തിയിരുന്നത്. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പലരെയും സെബാസ്റ്റ്യൻ വരുതിയിലാക്കിയത്. 2012 ശേഷം ബാങ്ക് ഇടപാടുകൾ ഒഴിവാക്കി ബിഗ് ഷോപ്പറിലാണ് സെബാസ്റ്റ്യൻ പണം കൊണ്ടുപോയിരുന്നത്. ആളുകളെ വേഗം മനസ്സിലാക്കി പെരുമാറാൻ അതിസാമർഥ്യമുള്ള ആളാണ് പ്രതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കിയാണ് സെബാസ്റ്റ്യൻ കുഴപ്പിച്ചത്. 10 വയസ്സുള്ള മകനെക്കുറിച്ച് ചോദിച്ചാൽ പ്രതി വൈകാരികമായി തളരുന്നതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. 2002 മുതലുള്ള സെബാസ്റ്റ്യനെ കുറിച്ചുള്ള നിരവധി നിർണായക വിവരങ്ങളാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ജി ശ്രീജിത്തും
ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, 7 ദിവസത്തെ കസ്റ്റഡിയാണ് ക്രൈംബ്രാഞ്ചിന് ഈ പ്രതിയെ ലഭിച്ചിരിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ അന്വേഷണ സംഘം കടക്കുമായിരിക്കും. ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്നും ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തണമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തണം. പക്ഷേ ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ശ്രീജിത്ത്? ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ കുറ്റകൃത്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ചില കത്തി, അതേപോലെ ചുറ്റിക, 20 ലിറ്ററിന്റെ കന്നാസ്, ഇതൊക്കെയാണ് ഇന്നലെ ഏറ്റുമാനൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തെളിവുകളായി ലഭിച്ചിരിക്കുന്നത്. ഇതിനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് കോടതിയിൽ നിന്ന് അയക്കും. അത് അയച്ച ശേഷം തിരിച്ച് ലഭിക്കുമ്പോഴായിരിക്കും അതിലെന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ, ഇതൊക്കെ കൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. സെബാസ്റ്റ്യന്റെ കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത്, സെബാസ്റ്റ്യനെ കുറിച്ച് ഏതാണ്ട് 2002 മുതലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് സെബാസ്റ്റ്യൻ ഈ നിലയിൽ എത്തിയത് എന്ന് കൃത്യമായി സെബാസ്റ്റ്യൻ പോയ വഴിയിലൂടെയൊക്കെ ക്രൈംബ്രാഞ്ച് സഞ്ചരിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. സെബാസ്റ്റ്യനെ സംബന്ധിച്ച് 2012 ശേഷം ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടില്ല. പണം, എന്തെങ്കിലും ഇടപാടുകൾക്ക് ശേഷം കിട്ടുന്ന പണം എല്ലാം കൊണ്ടു നടന്നിരുന്നത് ഒരു ബിഗ് ഷോപ്പറിലായിരുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഒരു കൃത്യം നടന്നാൽ അതിനുശേഷം പിന്നീടൊരു അവധിയെടുക്കുക എന്ന നിലയിലേക്ക് അടുത്തൊരു കൃത്യത്തിനായി, അത് ഏതാണ്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് 6 വർഷത്തെ ഇടവേളയാണ് ഉള്ളത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് കേസുകളുടെയൊക്കെ തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയായിരുന്നു സെബാസ്റ്റ്യൻ ആളുകളെ വശീകരിച്ചിരുന്ന രീതി, അല്ലെങ്കിൽ ആളുകളെ എങ്ങനെയാണ് വളരെ ത്വരിതഗതിയിൽ ആളുകളെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് സെബാസ്റ്റ്യനിൽ ആളുകൾ ആകൃഷ്ടരാകുന്ന നിലയിലായിരുന്നു സെബാസ്റ്റ്യന്റെ പെരുമാറ്റ രീതി എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അത് പോലീസിനും വിനയായിട്ടുണ്ട്. പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ മണിക്കൂറുകളെടുത്ത് ചോദ്യം ചെയ്താലും ആ ചോദ്യം ചെയ്യൽ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ കൃത്യമായി ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരം ബുദ്ധികൾക്കിടയിലാണ് അതിബുദ്ധിയായി ഈ മരിച്ച മനുഷ്യരൊക്കെയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് ഏറ്റവും ഒടുവിൽ ജൈനമ്മ കേസിലും ഉണ്ടായി. അതാണ് മേലുകാവിൽ നിന്ന് ഫോൺ കോൾ വിളിക്കുകയും ഒരു മിസ് കോൾ ഈ കുടുംബത്തിന്റെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഈ ഫോണുമായി നടന്ന ഈരാറ്റുപേട്ടയിൽ ചാർജ് ചെയ്യാനെത്തിയപ്പോഴാണ് CCTVയിൽ പെടുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നടന്ന കേസ് എന്നുള്ള നിലയിൽ ജൈനമ്മ കേസിൽ നിരവധി തെളിവുകൾ ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ മാസം 13 വരെയാണ് കസ്റ്റഡി കാലാവധി ഉള്ളത്. ഇതിനിടയിൽ തന്നെ DNA പരിശോധന ഫലം വരുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിനനുസരിച്ചായിരിക്കും കേസിന്റെ ഗതി ഉണ്ടാകുക. ജൈനമ്മയുടേതാണോ അതോ ഒന്നിലധികം ആളുകളുടെ അസ്ഥികഷ്ണങ്ങളാണോ ഈ ഉള്ളത്, ഇതെല്ലാം ഇനിയും കണ്ടെത്തേണ്ടതാണ്. അതിന് ഈ ശാസ്ത്രീയ പരിശോധന ഫലമാണ് പ്രധാനം. വ്യക്തമാണ്. സ്ത്രീത്തിലേക്ക് തിരികെ എത്താം. ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. വീണ്ടും ഇയാളെ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിക്കുമോ? അവിടുത്തെ ഒരു പരിശോധന, കാരണം നേരത്തെ 4 സ്പോട്ടുകൾ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 4 സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അവിടെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇയാൾ എവിടെയാണ് ഈ ആളുകളെ കൊന്ന്, ഈ സ്ത്രീകളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് ആ തെളിവുകൾ നശിപ്പിച്ചത്, ഈ തെളിവുകളൊക്കെ കുഴിച്ചു മൂടിയത് എന്ന് കണ്ടെത്തണം. അതിൻ്റെ നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘമാണ് പള്ളിപ്പുറത്തെ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് പോകുന്നത്. അതിൽ തന്നെ പ്രധാനമായും ഈ കേസുകൾ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് എന്നുള്ളതാണ് ആലപ്പുഴ സംഘത്തെ സംബന്ധിച്ചത്. കാരണം കാലപ്പഴക്കം ഏറിയ കേസുകളാണ്. തുടക്കത്തിൽ തന്നെ 2017 ബിന്ദു പത്മനാഭൻ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടം തന്നെ ബിന്ദുവിനെ കാണാതായി വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരോധാന കേസുകളിലെല്ലാം തന്നെ കാലപ്പഴക്കം എന്നുള്ള ഒരു വലിയ പ്രശ്നമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്നു. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ, അതായത് ആയിഷ തിരോധാനമൊക്കെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ അൺഡിറ്റക്റ്റഡ് എന്നുള്ള രീതിയിൽ ആ കേസുകളൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യമായ അന്വേഷണങ്ങളൊന്നും തുടക്കത്തിൽ ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം ശരിയാണ്. ഇന്നലെ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ
ആദ്യഘട്ടത്തിൽ തന്റെ ഒരു സ്ത്രീയെ കാണാതായ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട അന്വേഷണം ചേർത്തല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. കാരണം താൻ തന്റെ സഹോദരിയെ കാണാതാകുന്ന പശ്ചാത്തലത്തിൽ പരാതി നൽകുന്നത് തന്റെയും സഹോദരിയുടെ പേരിലുള്ള 3 ഏക്കറോളം ഭൂമി ഉൾപ്പെടെ തട്ടിയെടുത്തു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ ആ ബിന്ദുവിന് എന്ത് സംഭവിച്ചേക്കാം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി പോയില്ല എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്നതാണ് പിന്നീട് വരുന്ന അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി അതാണ്. ആദ്യമായി ഫ്രെയിം ചെയ്യപ്പെട്ട കേസുകളൊന്നും തന്നെ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഇത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ കിട്ടിയ തെളിവുകൾ വെച്ച് പരമാവധി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിർണായകമായി കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയപ്പോൾ ലഭിച്ച നിർണായകമായ ചില വിവരങ്ങൾ, അതായത് ആ വീടിന്റെ അടുപ്പിൽ നിന്നും സെബാസ്റ്റ്യൻ താമസമില്ലെന്ന് പറയുന്ന വീടിന്റെ അടുപ്പിൽ നിന്ന് ലഭിച്ച വാച്ചിന്റെ ഡയൽ, ഒപ്പം തന്നെ അത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഒപ്പം തന്നെ ഒരു കുഴിച്ചിട്ട നിലയിൽ 2 പാരഗൺ ചെരുപ്പുകൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടെത്തുമ്പോഴും ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന ചോദ്യത്തിന് അറിയില്ല എന്നുള്ള ഒറ്റ മറുപടി പറഞ്ഞ് കുനിഞ്ഞ് താഴത്തേക്ക് നോക്കിയിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യനെ മാത്രമാണ് അന്വേഷണ സംഘം കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നടിച്ച് ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘത്തിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല എങ്കിൽ പോലും പരമാവധി ബിന്ദു പത്മനാഭനോ ഐഷ കേസുകളോ ഇപ്പോൾ നമുക്കറിയാം റോസമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം ഇനിയും കടക്കുമെന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. റോസമ്മയുടെ ഏറ്റവും സംശയാസ്പദമായുള്ള കോഴി ഫാം തുടങ്ങുന്നതിന് മുൻപ് സെബാസ്റ്റ്യനുമായി ചേർത്തല നഗരസഭയിലെത്തി അപേക്ഷ നൽകിയെന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ചില നിർണായക വിവരങ്ങൾ ഈ കേസിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ പോലും ഇത് ചെയ്തു എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഇനിയും കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ശ്രീജിത്ത് കൂടി ചേർന്നുണ്ട്. ശ്രീജിത്ത്, ഇവിടെ ഈ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ എങ്ങനെയാണ് സ്ത്രീകളെ തൻ്റെ വലയിലാക്കിയിരുന്നതെന്ന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ താൻ ഒരു ആത്മീയത മറയാക്കി സ്ത്രീകളെ കെണിയിൽപ്പെടുത്തുക, പിന്നീട് അവരുമായി അടുപ്പം സ്ഥാപിക്കുക, അവരുടെ പണം തട്ടാൻ വേണ്ടി കൊലപ്പെടുത്തുക. ഇതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 6 വർഷത്തെ ഇടവേളകളിൽ മാത്രമായിരിക്കുമോ ഈ കൊലപാതകം നടന്നത്? അതിനപ്പുറം കൂടുതൽ പേരെ ഈ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്താനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ടോ? ടോം, അങ്ങനെ ഒരു വിവരമില്ല. നിലവിൽ ഈ 6 പേരുടെ പേരാണ്, ഈ 4 പേരുടെ പേരാണ് പട്ടികയിലെങ്കിലും ഉള്ളത്. പക്ഷെ അതിലും ജൈനമ്മ കേസിൽ മാത്രമാണ് എന്തെങ്കിലും തെളിവ് ലഭിക്കുകയോ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കേസുകളെ സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ ലഭിക്കണം. അതിന് DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. 6 വർഷത്തെ ഇടവേള എന്നുള്ളത് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം ഇതാണ്. ഏതെങ്കിലും ഒരു കേസിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം അതിൻ്റെ തെളിവുകൾ പരിപൂർണമായും ഇല്ലാതായി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുക. ആ ഉറപ്പ് വന്ന ശേഷം തൊട്ടടുത്ത മറ്റൊരു കൃത്യത്തിലേക്ക് പോവുക. ഇതാണ് ഫലത്തിൽ സെബാസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പണം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിന് താൻ പിടിക്കപ്പെടരുത് എന്ന ചിന്തയോടുകൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം ഏതൊരു കുറ്റവാളിയും ചെയ്യുന്ന പോലെ സെബാസ്റ്റ്യനും ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഈ ആളുകളെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ ആളുകൾ ഒന്ന് മാറി നിൽക്കുകയായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മിസ് കോളുകൾ അടിക്കുക, അതല്ലെങ്കിൽ ഇന്ന ആളെ കണ്ടു എന്ന് പറയുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു സെബാസ്റ്റ്യന്റെ രീതി എന്നുള്ളതാണ്. അവിടെ ജൈനമ്മ കേസിൽ മാത്രം ജൈനമ്മയുടെ സഹോദരൻ നടത്തിയ ഇടപെടൽ കൊണ്ടാണ്, ഹൈക്കോടതിയിൽ നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ഇത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയും ഈ കേസുകളൊക്കെ ഈ വഴിയിലേക്ക് ഒക്കെ എത്തുകയും ഈ മിസ്സിംഗ് കേസുകൾ, തിരോധാന കേസുകളൊക്കെ പൊങ്ങി വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്രയും പഴക്കമുള്ള കേസുകളിൽ ഇനി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് അത് വലിയ ഒരു ദുർഘടം പിടിച്ച കാര്യമായി മാറി നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ കൊലപാതകങ്ങളുണ്ടോ, 6 വർഷം ഒരു കൃത്യമായ ഇടവേള എടുത്തതാണോ, ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ചാണ് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ, അതായത് സെബാസ്റ്റ്യന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും നിരാലംബരായി നിൽക്കുക. ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ എത്തുന്ന പല സ്ത്രീകളെ സംബന്ധിച്ചും അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവർക്ക് പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. സെബാസ്റ്റ്യനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ
ഞങ്ങളെപ്പോലും സെബാസ്റ്റ്യൻ വളരെ കൗതുകപൂർവ്വം ഈ വളരെ ചെറിയ സമയം കൊണ്ട് മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്താണ് എന്നുള്ളത് കൃത്യമായി സെബാസ്റ്റ്യൻ അറിയാം എന്നുള്ളതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്ത് ചോദിക്കുമെന്നറിയാം. അപ്പോൾ ഇത്രയും മികവുള്ള ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ പക്കൽ എങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് പറയാനുള്ളത്. അങ്ങനെയാണ് വളരെ ഇത്തരം കേന്ദ്രങ്ങൾ സെബാസ്റ്റ്യനെ തിരഞ്ഞെടുത്തതും ഇത്തരം പ്രാർത്ഥനാ കേന്ദ്രങ്ങളെയൊക്കെ വിശ്വാസപൂർവ്വം കാണുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ മനസ്സിൽ ആകുലതകളോ ഒക്കെയുള്ള മനുഷ്യരായിരിക്കാം എന്ന ഒരു നിഗമനമായിരിക്കാം സെബാസ്റ്റ്യൻ അങ്ങനെ എത്താൻ കാരണം. അത് അവിടെ മാത്രമല്ല, പാലായിൽ, അങ്ങനെ ഏറ്റുമാനൂരിൽ, അങ്ങനെ പല കേന്ദ്രങ്ങളിലും സെബാസ്റ്റ്യന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇത്രയും കേസുകൾ മാത്രമാണ് ഇതിന്റെ ഒരു പരിധിയിൽ വന്നിരിക്കുന്നത്. അതും തന്നെ ജൈനമ്മ കേസാണ് ഇതിൽ സെബാസ്റ്റ്യനെതിരെ ഫലത്തിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റമായി വരുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും അന്വേഷണം, ഈ തെളിവുകൾ ശേഖരിക്കുക, ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ ഒരു സമയമുണ്ടല്ലോ, അത് ഈ ഒരു 10-13 തീയതിക്കകം വരും. അതുതന്നെയാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് എന്തെങ്കിലും തുമ്പുള്ളത്. DNA പരിശോധനാ ഫലം ഈ കസ്റ്റഡി കാലാവധിയിൽ തന്നെ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അക്കാര്യത്തിലൊരു വ്യക്തത വരും. അവിടെയും എന്താണ് ബിന്ദു പത്മനാഭൻ, സിന്ധു എന്ന ബിന്ദു, അതോടൊപ്പം ആയിഷ, ഈ 3 പേർക്കും എന്താണ് സംഭവിച്ചത്, അവരുടെ തിരോധാനത്തിലും വ്യക്തത വരേണ്ടതാണ്. പക്ഷേ അതിവിദഗ്ധമായ അന്വേഷണ സംഘത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സെബാസ്റ്റ്യൻ്റെ നീക്കങ്ങൾ. അവിടെയാണ് ന്യൂസ് 8-ൻ്റെ ആലപ്പുഴ പ്രതിനിധി, ഞങ്ങളുടെ ആലപ്പുഴയിലെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ്റെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം പോലീസിനെ പോലെ ഒരു തുമ്പായത്. ശരണ്യ തെളിയിച്ച ആ വഴിയിലൂടെയാണ് ഇപ്പോൾ അന്വേഷണം പോലും നീങ്ങുന്നത്. കാരണം ഐഷയെക്കുറിച്ചും സിന്ധു എന്ന ബിന്ദുവിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ പോലും ശരണ്യ ആ നാട്ടിൽ പോയി നാട്ടുകാരുമായി സംസാരിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചില സൂചനകൾ പോലും ലഭിച്ചത് ശരണ്യയിലേക്ക്. ശരണ്യ, ശ്രീജിത്തിനോട് ഈ അന്വേഷണ സംഘം നൽകുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശ്രീജിത്ത് പറഞ്ഞത് ഈ 4 പേരെ ആകാം, ഒരുപക്ഷെ 4 പേരുടെ തിരോധാനത്തിലാണ് എന്തെങ്കിലും ഒരു തുമ്പുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഈ സെബാസ്റ്റ്യൻ ആരാണ്? ഇയാളുടെ 17ാമത്തെ വയസ്സിൽ ഇയാൾ ഒരു കൊലപാതക ശ്രമം നടത്താൻ നോക്കിയതാണ്, ബന്ധുവിനെ കൊലപ്പെടുത്താൻ നോക്കിയതാണ്. ഇത് കൂടുതൽ പേരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമോ? അത്തരമൊരു സംശയമുണ്ടോ? എന്തായാലും കൂടുതൽ വിവരങ്ങൾ, ഈ സെബാസ്റ്റ്യൻ്റെ ദുരൂഹമായ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ ശരണ്യ? ശരണ്യ, ഈ സെബാസ്റ്റ്യൻ്റെ ദുരൂഹമായ ജീവിതത്തെക്കുറിച്ച് ഇയാൾ കൂടുതൽ പേരെ വകവരുത്തിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമോ? ടോമി, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ വാക്കുകൾ ആണ് ഞാൻ കേട്ടോണ്ടിരുന്നത്. അത് നമുക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേ വാചകം തന്നെ തൊട്ട് മുമ്പ് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് സെബാസ്റ്റ്യനെ കുറിച്ച് പങ്കുവച്ച വാക്കാണ്. അതായത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ, എന്റെ മുന്നിൽ നിൽക്കുന്ന സെബാസ്റ്റ്യന്റെ മുന്നിൽ ഞാനാണ് നിൽക്കുന്നെങ്കിൽ എന്നെ കുറിച്ച് അയാൾക്ക് കൃത്യമായ ധാരണ ഇതിനോടകം അയാൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന അതേ വരികൾ തന്നെ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ചില കേസുകളുമായി ബന്ധപ്പെട്ട്, അതായത് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുത്ത സംഭവത്തിൽ സെബാസ്റ്റ്യന് വേണ്ടി ഹാജരായ അഭിഭാഷകനുമായി നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ്. അതായത് നമ്മളുടെ മുന്നിൽ ഒരാൾ വന്നു നിന്നാൽ അയാളെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സെബാസ്റ്റ്യൻ അടിമുടി മനസ്സിലാക്കുമെന്നുള്ളതാണ്. സെബാസ്റ്റ്യനിൽ നിന്ന് ഒരു കണിക പോലും തിരിച്ചിങ്ങോട്ട് തരികയും ചെയ്യില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമുള്ള ആളാണ് സെബാസ്റ്റ്യൻ എന്നാണ് ആ അഭിഭാഷകൻ എന്നോട് പറഞ്ഞത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹമൊക്കെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇയാളുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഈ കാണുന്ന ഒറ്റയ്ക്കുള്ള പുറത്തുനിന്നുള്ള സാമ്പത്തിക സഹായം കൊണ്ട് ഇയാൾ ഒരുപാട് ഒരു ഗ്യാങ്ങിനെ സമ്പാദിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് ഇയാൾ ഒളിവിലാകുന്ന ഘട്ടത്തിൽ കണ്ണൂരിലായിരുന്നു ഒളിവിൽ പോയിരുന്നത്. അവിടെ നിന്ന് ഒരു സംഘം ഉൾപ്പെടെ ഇയാൾക്ക് സഹായം ചെയ്തു എന്നുള്ളതാണ്. അതായത് സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് പോകാം, ആ രീതിയിൽ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അയാൾ പുറത്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇയാൾക്ക് വേണ്ടി സ്ഥിരമായി ഹാജരാകുന്ന അഭിഭാഷകനുണ്ട്. ഒപ്പം തന്നെ ഇയാൾക്ക് മറ്റു സഹായം നൽകുന്ന ഈ കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം, കണ്ണൂരിൽ നിന്നുള്ള ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമൊക്കെ നമുക്കിപ്പോ അന്വേഷണത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബിന്ദു പത്മനാഭന്റെയും ഒപ്പം തന്നെ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഉൾപ്പെടെ ഇന്നലെ പ്രവീണിന്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ 3 ഏക്കർ സ്ഥലം, അതായത് എറണാകുളത്തെ
പാലാരിവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കന്മായ ഭൂമിയാണ് വിറ്റ് പണം വാങ്ങിയിട്ടുള്ളത്. അതായത് കോടികൾ ആ സമയത്ത് 2013 കാലയളവിൽ തന്നെ അയാൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പണം വളരെ കൃത്യമായി ഇയാൾ പലയിടത്തും വിനിയോഗിച്ചിട്ടുമുണ്ട്. ആ പണം കൊണ്ട് അയാൾക്ക് കയ്യിലെടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനം അത് തന്നെയാണ് 2017 ബിന്ദു പത്മനാഭൻ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ആ പണം അയാൾ വാരി എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് അങ്ങനെ തന്നെ വളരെ മോശം രീതിയിൽ അന്വേഷണം ഒന്നും നടക്കാതെ ആ ഒരു അവസ്ഥയിൽ ഇത് പോവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ പരസ്യമായ രഹസ്യമാണ്. അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. മാത്രമല്ല അയാൾ ഒന്നും വിട്ടുപറയില്ല, എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കത്തുള്ളൂ. ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും അയാളെ ആളുകൾ കാണുന്നത്. വളരെ കുറച്ച് മാത്രം കാര്യങ്ങൾ സംസാരിക്കത്തുള്ളൂ. ഈ അഭിഭാഷകരോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അയാൾ സംസാരിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു കാര്യവും അയാൾ ഇങ്ങോട്ട് വിട്ടു പറയുകയും ചെയ്യില്ല. പക്ഷെ എല്ലാത്തിലും നല്ല ധാരണയുണ്ട്. അന്ന് ബിന്ദുവിന്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഇയാളെ ഒരു സ്ത്രീയെ ജയ എന്ന് പറഞ്ഞ സ്ത്രീയെ അവരെ കൊണ്ടുവന്നാണ് ഇതില് ജയയാണ് ബിന്ദു പത്മനാഭൻ എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇയാള് ആധാർ രജിസ്റ്റർ ചെയ്തത്. ആ ഘട്ടത്തില് പോലും ഇപ്പോ ആ കേസ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ ജയ ഇതിനകത്ത് ഒരുപക്ഷെ 100% ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സെബാസ്റ്റ്യൻ അവിടെയും ഊരിപ്പോകുന്ന രീതിയിലാണ് ആ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അഭിഭാഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഓരോ സംവിധാനത്തിലും അയാൾ ഇടപെടുമ്പോൾ അയാൾ പുറത്തു നിന്ന് ആരെ ഉപയോഗിക്കണം അവരെ ഉപയോഗിക്കാം. വളരെ വിശ്വസ്തയോടുകൂടി സ്ത്രീകളെ കൊണ്ടു നടക്കും. എന്നിട്ട് ആര് പറയാതെ അവർ എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷമാവുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാലത്തും, അതായത് ഇപ്പൊ ആരോഗ്യ പ്രശ്നം പറയുന്നുണ്ടല്ലോ, അയാൾ കൃത്യമായ അഭിഭാഷകരുടെ അടക്കം ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നാർക്കോ അനാലിസിസ് എന്നുള്ള സംവിധാനത്തിൽ ഒരിക്കലും കടക്കരുത്. അതായത് നുണപരിശോധനയിലേക്ക് ഒരിക്കലും കടക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അയാൾ ചെയ്ത് അതിനുള്ള ഡോക്യുമെന്റ്സ് അയാൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് അയാൾ പോകുന്നത്. എത്ര ചെയ്താലും അയാളിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാൻ കഴിയാത്ത രീതിയിൽ അയാൾ ഒരു ചുറ്റുപാട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ കണ്ട സെബാസ്റ്റ്യൻ ഈ തുടക്കം മുതൽ തന്നെ അയാള് ഒരു 2013 നമ്മൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ തുടക്കം 2013 കാലയളവിലൊക്കെ സ്വത്തുക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ കാണുന്ന ആ സമയത്ത് അന്ന് ഒരു 40കളിലാണ് സെബാസ്റ്റ്യൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ സമയത്തൊക്കെ തന്നെയും സെബാസ്റ്റ്യൻ ഇതുപോലെയാണ്, അതായത് ആരോഗ്യം മോശമായ രീതിയിലാണ് ഇയാൾ പോകുന്നത്. പക്ഷെ അയാൾ അങ്ങനെയല്ല, നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. പക്ഷെ ആളുകളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്നു. കേട്ടോ, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനും ജി ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിൽ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഈ സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കർണാടക ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിക്കുന്നത് കൂടി അറിയണം. കാരണം വിശദമായ അന്വേഷണം, പരിശോധന, ചില നിർണായകമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊലപാതക പരമ്പര നടന്ന കർണാടക ധർമ്മസ്ഥലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സ്ഥലത്ത് മണ്ണുകുഴിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കല്ലേരി പെട്രോൾ പമ്പിന് സമീപമാണ് പരിശോധന നടത്താൻ തീരുമാനമായിരിക്കുന്നത്. അതായത് നേരത്തെ 13 സ്പോട്ട് പോയിന്റുകൾ കണ്ടെത്തി അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്നും നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇനി SITയുടെ നീക്കങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കാണ്. KB ബൈജു ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടോമെ, അപ്രതീക്ഷിത നീക്കം എന്ന് പറയേണ്ടി വരും. SITയുടെ 1:30 കൂടിയാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം എത്തുന്നത്. നേരെ കല്ലേരി പെട്രോൾ പമ്പിന് സമീപമുള്ള ബോളൂർ എന്ന് പറയുന്ന സ്ഥലം, അതായത് പൂർണ്ണമായും വനമേഖലയാണ്. വലിയ തോതിൽ മരങ്ങൾ തിങ്ങി വളർന്ന, ശരിക്കും അത്രത്തോളം വലിയ ഒരു വനമേഖലയിലേക്ക് ഇപ്പോൾ സംഘം കടന്നിരിക്കുന്നു. അതായത് ഏറ്റവും പ്രധാനം, ഈ സ്ഥലത്ത് നിന്നാണ് ഈ സാക്ഷി ഇത്തരത്തിലൊരു തലയോട്ടി, നമുക്ക് തുടക്കത്തിൽ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഒരു തലയോട്ടി തെളിവിനായി എടുത്ത ഒരു സ്ഥലം. ആ സ്ഥലത്താണ് പരിശോധന നടത്തുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ
വളരെ നിർണായകമാകും ഈ പരിശോധന. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് വനത്തിനകത്താണ്, പൂർണ്ണമായും വനത്തിനകത്താണ്. മാധ്യമങ്ങൾക്കൊന്നും തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്ന പരിധിക്കുള്ളതല്ല, വളരെ അകത്തോട്ടാണ് സംഘം പോയിരിക്കുന്നത്. 2 ദിവസമായി SITയുടെ പരിശോധന ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിത നീക്കമെന്ന് പറയേണ്ടി വരും. ഒരു അനിശ്ചിതത്വം ഇന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. പക്ഷേ 1:30 കൂടിയാണ് ഇങ്ങനെ വാഹന വ്യൂഹം ഇവിടെ വരുന്നതും നമ്മൾ അപ്പോൾ തന്നെ ആ സംഭവ സ്ഥലത്ത് വരുന്നതും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം, അത് ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് അല്പസമയം മുമ്പ് ഈ വനത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ആ ദൃശ്യമാണത്. എന്തായാലും ഈ സ്ഥലത്ത് നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി പങ്കുവച്ചിട്ടുള്ളത്. അതായത് 1 മുതൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 13ാമത്തെ പോയിന്റ് വരുന്നത് സ്നാനഘട്ടയാണ്. ആ സ്നാനഘട്ടയിലെ 13ാം പോയിന്റിൽ ഇതുവരെ പരിശോധന നടന്നിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി ഒരു അനിശ്ചിതത്വം ഇവിടെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള സംവിധാനത്തിൽ ഈ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെയുള്ള പരിശോധന അവിടെ നിർത്തിവെച്ച് പുതിയൊരിടത്തേക്ക്, അതായത് നേരത്തെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിരുന്നു 14-15, അതല്ല, ഇതിപ്പോൾ മറ്റൊരു സ്ഥലമാണ്, പൂർണ്ണമായും വനമേഖലയാണ്. മൊബൈൽ ഫോൺ റേഞ്ച് വരെ ഇല്ലാതെ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ മാറിയാണ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 10 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലം. അവിടെ മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ല, അത്രത്തോളം വനമേഖലയെന്ന് ആ സ്ഥലം പറയേണ്ടി വരും. എന്തായാലും ആ വനമേഖലയിൽ ഉൾക്കാട്ടിലേക്ക് ഇപ്പോൾ സംഘം നീങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്നും എന്ത് തെളിവുകൾ കിട്ടുന്നു അത് വളരെ പ്രധാനമാണ്. കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയാണ് തെളിവിനായി ശുചീകരണ തൊഴിലാളി ഒരു തലയോട്ടി കുഴിച്ചെടുത്തത്. ആ തലയോട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇത്തരത്തിൽ നിർണായകമായ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കൂടുതൽ സാക്ഷികൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഈ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറയുന്ന സാക്ഷികൾ ഇന്ന് ധർമ്മസ്ഥല പോലീസിലെത്തിയിരിക്കുന്നു. ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. 150 പേർക്കെതിരെ, അതായത് കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 7 FIR ഇട്ടിട്ടുണ്ട്. സോമനാഥ് എന്ന് പറയുന്ന ധർമ്മസ്ഥല സ്വദേശിയായ ഡി ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 30ഓളം പേർ കസ്റ്റഡിയിലുണ്ടെന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ നീക്കങ്ങൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നു. SITയുടെ അന്വേഷണം അത് വളരെ വേഗത്തിൽ രഹസ്യ സ്വഭാവത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കം അത് മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ടായത്, RSS സംഘടന ഇപ്പോൾ ഈ SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നു എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. SITയുടെ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കൊലപാതകം, ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊലപാതകം നടന്നിട്ടുണ്ട്. ആ കൊലപാതകത്തിന്റെ എല്ലാം സത്യം പുറത്തു വരണം. SIT ആ രീതിയിൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും ഇത്തരത്തിൽ RSS വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ സംസ്ഥാന സർക്കാരിന്, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന് ഈ വിഷയത്തിൽ RSS നൽകിയിരിക്കുന്നു. RSS പ്രധാനമായും പറയുന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല, കോൺഗ്രസ് ഭരിക്കുന്നോ അതല്ല, പക്ഷേ ഇവിടെ നീതി ലഭിക്കണം. ഇവിടെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരു കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന ഒരു പ്രസ്താവനയുമായി RSS സംഘടന മുന്നോട്ട് വന്നത് എന്നത് ഇതിൽ വളരെ നിർണായകമാണ്. എന്തായാലും കേസ് ഈ രീതിയിൽ SITയുടെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്നലെ മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇതുവരെ എന്തൊക്കെ തെളിവുകൾ SITക്ക് ലഭിച്ചോ അതെല്ലാം മഹസർ തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് പുതിയൊരു സ്ഥലത്തേക്ക് കൂടി SIT ഇത്തരത്തിൽ വലിയ തോതിൽ തൊഴിലാളികളെയും കൊണ്ട് കൂടുതൽ കണ്ടെത്തി. ഒരു പൂർണ്ണമായിട്ടുള്ള മനുഷ്യ അസ്ഥികൂടമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എത്ര പേരുടെ അസ്ഥികൂടങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന് എത്രത്തോളം പഴക്കമുണ്ട്, മാത്രമല്ല ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ അസ്ഥികൂടങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വിവരങ്ങളൊക്കെ, അതിൻ്റെ പരിശോധന ഫലം ലഭിക്കാൻ ഒത്തിരിയധികം കാലതാമസം ഉണ്ടാകുമോ? അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യം കൂടി, ഇനി കിടക്കുന്നത് ചില പരിശോധിക്കുന്നത്, മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ്. അതായത് ഈ കേസിലെ ആരോപണ വിധേയൻ്റെ പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ ഒരിടത്തിലാണ്, അയാളുടെ എസ്റ്റേറ്റ് പ്രദേശത്താണ്, എസ്റ്റേറ്റിലാണ് ഈ പരിശോധന നടക്കുന്നത്. അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്നാണല്ലോ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ തെരച്ചിൽ?
തീർച്ചയായും ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഈ അന്വേഷണം കടന്നു പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് ആദ്യഘട്ട പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും മുഴുവൻ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു SIT. അതിന് ഏറ്റവും വളരെ ചടുലതയാർന്ന നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ടോം സൂചിപ്പിച്ച 14ഉം 15ഉം നിലവിൽ പരിശോധന നടത്തിയിട്ടില്ല. ഒരു പക്ഷേ കോടതിയുടെ അനുമതിയോടുകൂടി ഇവിടെ പരിശോധന നടത്താനാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോടതി അനുമതി SITക്ക് ലഭിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ലഭിക്കും. അവിടെയും പരിശോധന ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നിർണായകമായ ഒരു നീക്കം നടത്തുന്നത് നേരത്തെ തെളിവിനായി ഈ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹാംശം, അതായത് ഒരു തലയോട്ടി എടുത്ത സ്ഥലമാണ്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പ്രദേശത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇനി എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു, എത്ര മൃതദേഹാംശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു, അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാകും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചു, പരാതി നൽകിയവരുണ്ട്, അവരുടെ DNA സാമ്പിളുണ്ട്. അത്തരം ആളുകളുടെ മൃതദേഹമാണോ ഇവിടെ കുഴിച്ചിട്ടുള്ളത്? ഏതായാലും നാടകീയമായ നീക്കങ്ങൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം 1 മുതൽ 13 വരെ അടയാളപ്പെടുത്തി അതിൽ 11ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നതിനിടെ വളരെ പെട്ടെന്ന് വനത്തിനകത്തുള്ള ഒരു പോയിന്റ്, അതായത് മാർക്ക് ചെയ്യാത്തൊരു പോയിന്റ്, അവിടെ ഈ SIT സംഘത്തെ കൊണ്ടുപോയി അവിടെ താൻ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ പരിശോധന നടത്തുമ്പോൾ കൃത്യമായി ഒരു പൂർണ്ണമായി മനുഷ്യന്റെ ഒരു അസ്ഥി കൂടെ ലഭിക്കുന്നു. ഒപ്പം ഒരു തലയോട്ടി ലഭിക്കുന്നു. 60ഓളം അസ്ഥികളും ലഭിക്കുന്നു. ഇത് കൂടുതൽ ആളുകളുടേതാണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതെല്ലാം ഫോറൻസിക് പരിശോധനയിൽ ഇനി കൃത്യമായി അറിയേണ്ടതുണ്ട്. 4ൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും വിവരം ലഭിക്കുന്നുമുണ്ട്. ഒപ്പം 6 എന്ന പോയിന്റിൽ നിന്നും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി അതേ സ്ഥലത്ത് നിന്നും ഒരു പൂർണ്ണമായ മനുഷ്യന്റെ അസ്ഥി കൂടെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നടക്കുന്ന പരിശോധന, ഈ മണിക്കൂറിൽ നടക്കുന്ന പരിശോധന, അതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമാവുക. കാരണം പൂർണ്ണമായും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നേരത്തെ ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. ഈ നേത്രാവതി പുഴയുടെ കരയിൽ നേരത്തെ ശ്മശാനമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ആരോപണം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഈ സംഭവത്തെക്കുറിച്ച് ധർമ്മസ്ഥലയിൽ അന്വേഷിക്കാനായി എത്തുമെന്ന ചില സൂചനകൾ ലഭിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ച് എന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അത്തരം നടപടികൾ, അതായത് കേന്ദ്ര ഏജൻസികൾ ധർമ്മസ്ഥലയിലേക്ക് അന്വേഷിക്കാനായി എത്തുമോ? ടോമെ, ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ പരാതിയാണ് ഇപ്പോൾ CTCR എന്ന് പറയുന്ന ഈ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഇതിന് വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. അവർ ഈ കാര്യം പരിശോധിക്കുന്നുണ്ട്. അതായത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇതിപ്പോൾ ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു മെയിൽ പോയിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 2-നാണ് ഇത്തരത്തിലൊരു പരാതി ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ലഭിച്ചത്. അത് ഓഗസ്റ്റ് 4-ാം തീയതി ഇത്തരത്തിൽ CTCRIക്ക് കൈമാറിയിട്ടുണ്ട്. അവർ ഈ കേസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ പരിഗണിച്ചേക്കാം. നിലവിൽ ഈ SIT തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. DGPയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം, 20-അംഗ സംഘം, അവർ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എല്ലാം തന്നെ, ഇതുവരെ ലഭിച്ച ഓരോ വസ്തുക്കളും അതെല്ലാം തന്നെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്ക് ഇപ്പോൾ കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള SITയുടെ ഭാഗത്തുനിന്നുള്ള നീക്കം വളരെ ശ്രദ്ധേയമാണ്. കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് പോലും ഏത് രീതിയിലാണ് ഇവരുടെ അന്വേഷണം നടത്തുന്നതെന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇന്നും 13-ാം പോയിന്റിലാണ് നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അവിടെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ വളരെ നാടകീയമായാണ് നമുക്ക് മുന്നിലൂടെ 1:30 ഈ വാഹന വ്യൂഹം ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടത്. പിന്നീട് അതിന്റെ പിന്നാലെ തന്നെ പോയപ്പോഴാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതും പിന്നീട് വനത്തിനകത്തേക്ക് ശുചീകരണ തൊഴിലാളിയെ കൂട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും അത്തരത്തിലുള്ള SIT ഒരു കാര്യങ്ങളും ഇതുവരെ ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എത്ര മൃതദേഹങ്ങൾ ലഭിച്ചു, എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, അതൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇതിപ്പോൾ മഹസറായി ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ തെരച്ചിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും തെരച്ചിലുണ്ടായിരുന്നില്ല. 2 ദിവസം തെരച്ചിലുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഈ 1:30 ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇനി എത്ര സമയം വരെ നീണ്ടു നിൽക്കും, അത് ഏതായാലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 7 മണിയോടുകൂടിയാണ് 6:30-7 മണിയോടുകൂടിയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്ന് 1:30 വനത്തിനകത്ത് കയറിയിട്ടുള്ളത്. ഇനി കൃത്യമായി ഇത് വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ട സ്ഥലമല്ല എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു കത്തി ഉപയോഗിച്ച്
ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു തലയോട്ടി ഇയാൾ പുറത്തെടുത്തതെന്നാണ് അവകാശപ്പെടുന്നത്. ആ തലയോട്ടിയാണ് ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. താൻ പറയുന്നത് വിശ്വസിക്കണം, ഇത് തെളിവിനായി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന സ്ഥലം, ആ സ്ഥലത്തെ പരിശോധന ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഈ ഒരു പരിശോധന. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ എന്തൊക്കെ വസ്തുക്കൾ ഇവിടുന്ന് ലഭിച്ചു അതൊക്കെ വിവരങ്ങൾ ലഭിച്ചേക്കാം. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ മാത്രമേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളൂ. ഊഹാപോഹങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാറില്ല. കാരണം ഈ അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം വാർത്തകൾ വരുന്നത് അത് തടസ്സപ്പെടുന്ന രീതിയിലായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിൽ മാധ്യമ പ്രവർത്തകരെ പലരെയും മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ ഈ കേസ് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ SITയുടെ നീക്കം വളരെ കൃത്യമാണ്. ഈ കാര്യത്തിൽ ഇനി SIT ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടൂ. ഒരു പക്ഷേ രഹസ്യം ഇതായി തന്നെ കോടതിയിൽ ഏൽപ്പിക്കുകയായിരിക്കും SITയുടെ ഭാഗത്തുണ്ടാവുക. തെളിവുകൾ ശേഖരിച്ച് പ്രതികളിലേക്ക് എത്തുക, പ്രതികളെ ചോദ്യം ചെയ്യാനുണ്ട്, അത്തരം ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ട്. വളരെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് സുപ്രധാനമാണ്. നമുക്ക് ഏതായാലും 7 മണിയോടുകൂടി ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും. കാരണം ഇവൾ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇത്തരത്തിൽ അസ്ഥിഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതശരീരങ്ങളോ കിട്ടിയാൽ അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കാറുള്ളത്. അതല്ലാതെ SITയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് ഈ സമയം വരെ SIT അന്വേഷണം ആരംഭിച്ച് 10-ാം നാളാകുമ്പോഴേക്കും ഇതുവരെ ഒരു വിവരവും പങ്കുവച്ചിട്ടില്ല. നമുക്ക് ഇത്തരം ലഭിക്കുന്ന ഇവിടെ നിന്നും കൃത്യമായി നേരിട്ട് കാണുന്ന വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് പ്രധാനം. നമ്മൾ അതിനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നതും. ഇവിടെ വ്യക്തമാണ്. KV ബൈജുവാണ് ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺസുഹൃത്തിനെ കളിയാക്കിയതിന് വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം. കല്ലമ്പലം പുല്ലൂർമുക്ക് സ്വദേശി അഫാനാണ് മർദ്ദനമേറ്റത്. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവ് സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. സഹപാഠിക്കെതിരെ രക്ഷിതാക്കൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇവൻ വന്നിട്ട് പെട്ടെന്ന് എന്ത് സംഭവം ചോദിച്ചിട്ട് വന്ന് ചീത്തയൊക്കെ വിളിച്ച് മെക്കിട്ട് കയറി. അപ്പോഴത്തേക്കും നോക്കാൻ നേരത്തെ പോക്കറ്റിങ് കഴിഞ്ഞപ്പോൾ കയ്യിൽ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൈയിട്ട് കഴിഞ്ഞപ്പോൾ കയ്യിൽ പൊട്ടലൊക്കെ വന്നിട്ട് പിന്നെ അല്ലാതെ ഫുള്ള് ചെറുതൊക്കെ വന്നു. അപ്പോൾ അത് മാക്സിമം നോക്കിയായിരുന്നു അതൊക്കെയാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ നേരത്തെ ടീച്ചേഴ്സ് ആയാലും സ്കൂളിൽ നിന്നായാലും വന്ന് പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. ആരും പിടിച്ചു മാറ്റാൻ അത് നിന്നില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന 2 കുട്ടികളെന്ന് പറഞ്ഞപ്പോഴാണ് അതും പിന്നെ ലേറ്റായിട്ടൊക്കെയാണ് വന്നത്. അങ്ങനത്തെ പ്രതികരണമാണ് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയത്. വിശദാംശങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, സൈക്കിൾ ചെയിനുമായി സ്കൂളിലെത്തുന്നു, സഹപാഠിയെ ക്രൂരമായി ആക്രമിക്കുന്നു. അങ്ങേറ്റം ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, വിദ്യാർത്ഥികൾ തമ്മിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഇത്തരത്തിൽ ക്രൂരമായ ഒരു ആക്രമണങ്ങളിലേക്ക് എത്തുന്നത് നിത്യസംഭവമായി തന്നെ ഇരിക്കുന്നു എന്ന് പറയാം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഈ കുട്ടികൾ തമ്മിൽ വഴക്കിടുകയും ഇപ്പോൾ സംഭവിച്ചതുപോലെ മാരകായുധങ്ങൾ വരെ വിദ്യാലയങ്ങളിൽ കൊണ്ടുവന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്നൊരു കീഴ്വഴക്കമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. എന്നാൽ ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രക്ഷിതാക്കളോ വിദ്യാർത്ഥികളോ അധ്യാപകരോ പോലും ഈ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഗുരുതരമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്ന രീതിയിൽ ഈ അഫാൻ സ്കൂളിൽ പറഞ്ഞുവെന്നും അതിനെ ചൊല്ലിയുണ്ടായ ചെറിയ തർക്കമാണ് ഇത്തരത്തിൽ സൈക്കിൾ ചെയിൻ സ്കൂളിൽ കൊണ്ടുവന്ന് കരുതിക്കൂട്ടി തന്നെ ഇങ്ങനൊരു ആക്രമണം ഒരു വിദ്യാർത്ഥി നടത്തി എന്നുള്ളത്. സ്കൂളിന്റെ ഒരു അധ്യയന സമയത്ത് കൂടിയാണ് ഈ സംഭവം നടന്നത്. എന്നാൽ ഈ സംഭവം നടന്ന സമയം സ്കൂളിലെ അധികൃതർ ആരും തന്നെ ഈ കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടി തന്നെ ഓഫീസിൽ ചെന്ന് നേരിട്ട് എത്തി പറയുമ്പോഴാണ് അധ്യാപകർ ഈ കാര്യം അറിഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കൾ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അധ്യാപകർ പറയുന്നത്. എന്നാൽ ഈ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വലിയൊരു വീഴ്ചയായി ഇപ്പോൾ രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. രക്ഷിതാക്കളാണ് ഇപ്പോൾ ആദ്യം
ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. തുടർന്നാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത്. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ മൊഴി കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിന്റെ രീതിയിലേക്ക് അത് മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടിക്ക് കൈക്ക് ഗുരുതരമായി 2 പൊട്ടലുകൾ കൈക്കുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല തലയ്ക്കും മാരകമായി ഈ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. സ്കാനിങ്ങിന്റെ ഫലങ്ങൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ എത്രത്തോളം ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകളാണ് കുട്ടിക്ക് പറ്റിയിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ടോം, ഇത് ഈ വിദ്യാർത്ഥി തനിച്ചാണോ ആക്രമണം നടത്തിയത്, അതോ കൂട്ടുപ്രതികളുണ്ടോ? മാത്രമല്ല, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചു, ഈ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇതുപോലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. മാരകായുധങ്ങളുമായി എത്തി സഹപാഠികളെ ആക്രമിക്കുന്നു. റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സ്കൂളുകളിൽ ഉണ്ടാകുമ്പോഴും എന്ത് നടപടിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നത് ചോദ്യമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ ഇടപെടൽ ആവശ്യമല്ലേ അഭിലാഷ്? ടോം, തീർച്ചയായും ഈ സ്കൂളിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള അതേ മണ്ഡലത്തിൽ തന്നെയുള്ള മറ്റൊരു സ്കൂളിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം ഉണ്ടായത്. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ, അതും +1 എത്തിയ വിദ്യാർത്ഥികളെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മർദ്ദിച്ച്, അതും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം തന്നെയായിരുന്നു. ആ കുട്ടികൾക്കെതിരെ ആദ്യഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയെങ്കിലും പിന്നീട് അത്തരത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാം. ഈ സംഭവത്തിലാകട്ടെ ഈ കുട്ടി ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന് മാത്രമല്ല, അതിന് തൊട്ട് മുന്നിലുള്ള ദിവസം ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ ഈ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ മർദ്ദിക്കുമെന്ന് സഹപാഠികളോടും ഈ കുട്ടിയോടും തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ കരുതിക്കൂട്ടി തന്നെ കുട്ടിയെ ആക്രമിക്കണം എന്ന് കരുതിക്കൂട്ടി തന്നെ ഇത്തരത്തിൽ സൈക്കിൾ ചെയിൻ ഉൾപ്പെടെയുള്ള മാരകായുധവുമായി അവിടെ എത്തി എന്നുള്ളതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ സ്കൂൾ സമയം തന്നെ, സ്കൂൾ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ ആണ് ഈ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ നടപടികൾ ഉണ്ടാകാറുണ്ടെങ്കിലും പിന്നീട് രക്ഷിതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ അധ്യാപകർ സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങി മിക്കവാറും ഈ കേസുകൾ തന്നെ ഒത്തുതീർപ്പായി പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. ഇതൊരു പക്ഷേ കൂടുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള ഒരു പ്രചോദനം തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നു എന്ന് പറയാം. മാതൃകാപരമായ ശിക്ഷാ നടപടികളാണ് ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് നേരെ വേണ്ടത്. ടോം, യെസ്, അതാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. കാരണം ഇവർ ഈ വളർന്നു വരുന്ന തലമുറയിലാണ് ഈ നാടിൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇതുപോലെ അക്രമികളെ, കുറ്റവാളികളെ അല്ല നമ്മുടെ സ്കൂളുകളും ക്യാമ്പസുകളും സൃഷ്ടിക്കേണ്ടത്. ഇപ്പോഴേ അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ഭരണകൂടം ഇടപെടേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.